ഹലോ എവരി വൺ, വെൽക്കം ടു ഇൻറ്റൻസീവ് ട്രിപ്ലി കോച്ചിങ്. ഇന്ന് നമ്മൾ പോളിടെക്നിക് ലെക്ചറർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ഇന്ന് ടോപ്പിക്കായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇതിന് മുമ്പ് ലെക്ചർ ഇൻ പോളി എക്സാംസിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്നതും അതേപോലെ മോസ്റ്റ് പ്രോബബിളി വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസുമാണ് നമ്മളിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട്, ഒരു പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഒപ്പം തന്നെ നമുക്ക് പ്യുവർലി കപ്പാസിറ്റീവ് സർക്യൂട്ടും പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ടിൻ്റെയും കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻഷിപ്പും കൂടെ നോക്കിയിട്ട് പോകാം. ഇപ്പം നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ടാണ്. ഒരു പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ വോൾട്ടേജിനെ എക്സാക്ട്ലി 90 ഡിഗ്രി ലാഗ് ചെയ്തിട്ടാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഇപ്പോൾ വോൾട്ടേജ് സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആക്ച്വലി കറണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ വോൾട്ടേജ് മാക്സിമത്തിലേക്ക് എത്തുന്ന സമയത്ത് വോൾട്ടേജ് ഇവിടെ പോസിറ്റീവ് മാക്സിമത്തിൽ എത്തുമ്പോഴാണ് കറണ്ട് 0 പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ ലാഗിങ് എന്ന് പറയുന്നത്, അതായത് കറണ്ട് ലാഗ്സ് വോൾട്ടേജ് ബൈ 90 ഡിഗ്രി. ഇനി കറണ്ടും വോൾട്ടേജും ഒരേ പോയിന്റിൽ നിന്ന്, അതായത് സീറോയിൽ നിന്ന് ഒരേ ടൈമിൽ സ്റ്റാർട്ട് ചെയ്യുകയും രണ്ടും അറ്റ് എ ടൈമിൽ അല്ലെങ്കിൽ ഒരേ ടൈമിൽ തന്നെ മാക്സിമം വാല്യൂവിൽ എത്തുകയും തിരിച്ച് വീണ്ടും സീറോയിലേക്ക് ഒരേ ടൈമിൽ എത്തുന്നു, തിരിച്ച് വീണ്ടും നെഗറ്റീവ് മാക്സിമത്തിലേക്ക് ഒരേ ടൈമിലെത്തി സീറോയിൽ വീണ്ടും ഒരേ ടൈമിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇൻഫേസ് എന്നാണ് പറയുന്നത്. ഈ കേസിൽ കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 0 ആണ്. ഇനി പ്യുവർലി കപ്പാസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ വോൾട്ടേജിനെ ലീഡിങ്ങിലായിരിക്കും കറണ്ട്, അതായത് വോൾട്ടേജിനെ എക്സാക്ട്ലി 90 ഡിഗ്രി ലീഡ് ചെയ്തിട്ടാണ് കറണ്ട് പോകുന്നത്. ഇതാണ് ഒരു പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ടിലെയും പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ടിലെയും പ്യുവർലി കപ്പാസിറ്റീവ് സർക്യൂട്ടിലെയും കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. റെസിസ്റ്റീവ് സർക്യൂട്ടിലാണെങ്കിൽ വോൾട്ടേജ് ആൻഡ് കറണ്ട് ഇൻ ഫേസ് ആയിരിക്കും. പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ വോൾട്ടേജിനെ എക്സാക്ട്ലി 90 ഡിഗ്രി ലാഗ് ചെയ്തിട്ടായിരിക്കും കറണ്ട് വരുന്നത്. കപ്പാസിറ്റീവ് സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ വോൾട്ടേജിനെ എക്സാക്ട്ലി 90 ഡിഗ്രി ലീഡിങ്ങിലായിരിക്കും കറണ്ട് പാസ് ചെയ്യുന്നത്. അപ്പോൾ അതല്ലെങ്കിൽ നമുക്ക് ഇൻ ടേംസ് ഓഫ് കറണ്ടിലും പറയാം, കറണ്ടിനെ 90 ഡിഗ്രി ലീഡിങ് ആണ് വോൾട്ടേജ്, ഇവിടെ കറണ്ടിന് 90 ഡിഗ്രി ലാഗിങ് ആണ് വോൾട്ടേജ്. നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ടിൻ്റെ കേസാണ്. പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ വോൾട്ടേജ് കറണ്ടിനെ 90 ഡിഗ്രി ലീഡ് ചെയ്യുന്നു, അതായത് വോൾട്ടേജ് ലീഡ്സ് ദ കറണ്ട് ബൈ 90 ഡിഗ്രി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കപ്പാസിറ്റൻസ് ഓഫ് എ സ്പെറിക്കൽ കപ്പാസിറ്റർ ഹാവിംഗ് R മീറ്റർ റേഡിയസ് വിത്ത് എ ചാർജ് ഓഫ് Q കൂളംസ് അറ്റ് എ പൊട്ടൻഷ്യൽ ഓഫ് V വോൾട്ട് ഇൻ ഫ്രീ സ്പേസീസ്. ഓക്കെ, അപ്പം അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് ഒരു സ്പെറിക്കൽ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് പോകും. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് R മീറ്റർ ആണ് തന്നിട്ടുണ്ട്, Q ആണ് അവിടുത്തെ ചാർജ് എന്ന് പറയുന്നത്. നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് സിയുടെ വാല്യൂ ആണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ആബ്സല്യൂട്ട് പൊട്ടൻഷ്യൽ ആദ്യം ഡിറ്റർമൈൻ ചെയ്യണം. അപ്പോൾ ആബ്സല്യൂട്ട് പൊട്ടൻഷ്യൽ ഡിറ്റർമൈൻ ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് മൈനസ് ഇൻറ്റഗ്രൽ ഇൻഫിനിറ്റി ടു R E ഡോട്ട് dr. ഇവിടെ ഇയുടെ വാല്യൂ എന്ന് പറയുന്നത് Q ബൈ 4 എപ്സിലോൺ R² ആണ്. അപ്പോൾ നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വിയുടെ ഫൈനൽ ആൻസർ ആയിട്ട് Q ഡിവൈഡഡ് ബൈ 4 എപ്സിലോൺ R എന്ന് കിട്ടും. ഓക്കെ, ഇനി കപ്പാസിറ്റൻസ് ഓഫ് എ ഐസൊലേറ്റഡ് സ്പിയർ അല്ലെങ്കിൽ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് Q ബൈ V ആണ്. അപ്പോൾ വിയുടെ വാല്യൂ നമ്മുടെ അടുത്ത് ഇവിടെ ഉണ്ട്, അത് ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 4 എപ്സിലോൺ R എന്ന് കിട്ടും. ഇവിടെ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഇൻ ഫ്രീ സ്പേസ് ആണ്. അപ്പോൾ ഫ്രീ സ്പേസ് ആകുമ്പോൾ ഇവിടെ എപ്സിലോണിൻ്റെ സ്ഥാനത്ത് നമ്മൾ എപ്സിലോൺ 0 ആണ് കൊടുക്കേണ്ടത്. ആക്ച്വലി എപ്സിലോണിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്സിലോൺ 0 എപ്സിലോൺ R ആണ്. പക്ഷേ ഇവിടെ ഫ്രീ സ്പേസ് ഓർ എയർ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എപ്സിലോൺ ഈക്വൽ ടു എപ്സിലോൺ 0 ആണ് നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത്. ദാറ്റ്സ് ഈക്വൽ ടു 4 എപ്സിലോൺ 0 R ഫാരഡ്സ്. ഇത് നമുക്ക് ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ 4 എപ്സിലോൺ 0 R ഫാരഡ്സ്, ഇതാണ് ആൻസർ. ഇനി അടുത്തത് ദ ടൈപ്പ് ഓഫ് എർത്തിങ് ഈസ് സ്യൂട്ടബിൾ ഫോർ റോക്കി സോയിൽ പ്ലേസസ്. അതായത് നമ്മുടെ എർത്തിങ് ചെയ്യുമ്പോൾ സോയില് റോക്കി അല്ലെങ്കിൽ റോക്ക് കണ്ടന്റ് കൂടുതലുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എക്സ്കവേഷൻ കുഴിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് സാധാരണ വീടുകളിൽ ചെയ്യുന്ന പൈപ്പ് എർത്തിങ് ചെയ്യാൻ പറ്റില്ല അവിടെ. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഏത് ടൈപ്പ് എർത്തിങ് ആണ് ചെയ്യാന്നാണ് ചോദിച്ചിട്ടുള്ളത്.
ഓപ്ഷനിൽ നമുക്ക് 4 ഓപ്ഷനാണ് തന്നിരിക്കുന്നത്. റോഡ് എർത്തിങ്, പൈപ്പ് എർത്തിങ്, പ്ലേറ്റ് എർത്തിങ് ആൻഡ് സ്ട്രിപ്പ് എർത്തിങ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചൂസ് ചെയ്യേണ്ട എർത്തിങ് മെത്തേഡ് എന്ന് പറയുന്നത് സ്ട്രിപ്പ് എർത്തിങ് ആണ്. അങ്ങനത്തെ റോക്കി പ്ലേസുകളിൽ നമ്മൾ സാധാരണ ചൂസ് ചെയ്യുന്നത് സ്ട്രിപ്പ് എർത്തിങ് ആണ്. പൈപ്പ് എർത്തിങ് നമ്മൾ ചൂസ് ചെയ്യാറുള്ളത് നമ്മുടെ വീടുകളിൽ വെറ്റ് സോയിലൊക്കെ വരുന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ പൈപ്പ് എർത്തിങ് ചൂസ് ചെയ്യുന്നത്. പൈപ്പ് എർത്തിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് GI പൈപ്പാണ്. ആ GI പൈപ്പിൻ്റെ ഇൻറ്റേർണൽ ഡയമീറ്റർ എന്ന് പറയുന്നത് 38 mm ആയിരിക്കും. നിങ്ങൾക്ക് അത് പഠിക്കണം എന്നുണ്ടെങ്കിൽ അതും കൂടെ കൂട്ടത്തിൽ പഠിച്ചിട്ട് പോവുക. GI പൈപ്പാണ് നമ്മൾ പൈപ്പ് എർത്തിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇൻറ്റേർണൽ ഡയമീറ്റർ അതിൻ്റെ 38 mm ആണ്. അത് സാധാരണ അതിൻ്റെ ലെങ്ത്ത് മിനിമം വേണ്ടത് 2.5 മീറ്റേഴ്സ് ആണ്. അത് നമ്മൾ യൂഷ്വലി പ്രിഫർ ചെയ്യുന്നത് വെറ്റ് സോയിലാണ്. ഇനി അടുത്ത ടൈപ്പ് എർത്തിങ് ആണ് പ്ലേറ്റ് എർത്തിങ് എന്ന് പറയുന്നത്. പ്ലേറ്റ് എർത്തിങ് നമ്മൾ കുറച്ചും കൂടെ കൊമേഴ്ഷ്യൽ ബിൽഡിങ്സിന്, സ്കൂൾസ്, കോളേജ് അങ്ങനത്തെ സ്ഥലങ്ങൾ അല്ലെങ്കിൽ വർക്ക്ഷോപ്സ് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് പ്ലേറ്റ് എർത്തിങ് പ്രിഫർ ചെയ്യാറുള്ളത്. അപ്പോൾ പ്ലേറ്റ് എർത്തിങ് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ കോപ്പർ പ്ലേറ്റ് ഉപയോഗിച്ചിട്ടാണ്, അതല്ലെങ്കിൽ GI പ്ലേറ്റ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ പ്ലേറ്റ് എർത്തിങ്ങിന് ചൂസ് ചെയ്യുന്ന പ്ലേറ്റിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 60 സെൻറ്റിമീറ്റർ ഇൻറ്റു 60 സെൻറ്റിമീറ്റർ ഇൻറ്റു 3.15 mm ആണ് കോപ്പർ പ്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ. ഇനി GI പ്ലേറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻ 60 സെൻറ്റിമീറ്റർ ഇൻറ്റു 60 സെൻറ്റിമീറ്റർ ഇൻറ്റു 6.3 mm ആണ്. സ്ട്രിപ്പ് എർത്തിങ് അടുത്തത്. സ്ട്രിപ്പ് എർത്തിങ് നമ്മൾ സാധാരണ പ്രിഫർ ചെയ്യുന്നത് റോക്കി സോയിൽ ഏരിയാസിലാണ്. നമ്മുടെ ആൻസർ സ്ട്രിപ്പ് എർത്തിങ് ആയിരുന്നു. ഇനി റോഡ് എർത്തിങ് എന്ന് പറഞ്ഞ ഒരു എർത്തിങ് ടൈപ്പും കൂടെ ഉണ്ട്. അത് നമ്മൾ സാധാരണ ചൂസ് ചെയ്യുന്നത് ലൂസ് സോയിൽ അല്ലെങ്കിൽ സാൻഡ് ഒക്കെ വരുന്ന സ്ഥലത്ത് നമുക്ക് എക്സ്കവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ കുഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പിറ്റൊന്നും ഡിഗ് ചെയ്യാണ്ട് ഡയറക്റ്റ് ആയിട്ട് റോഡ് മണ്ണിലേക്ക് അടിച്ചിറക്കിയിട്ട് നമുക്ക് എർത്തിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ടൈപ്പ് എർത്തിങ്ങിനെയാണ് നമ്മൾ റോഡ് എർത്തിങ് എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് an incandescent lamp of hot resistance 920 ohms 230 volt is connected across 230 volt 50 hertz main in 10 hours. The energy consumed by the lamp is. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഈ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും, അതായത് ഈ പോളിടെക്നിക് ലെക്ചറിന് വേണ്ടി നടത്തിയിട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ബേസിക് ഇലക്ട്രിക്കൽ റിപ്പീറ്റഡ് ആയി ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇതിനകത്ത് ഇൻകാൻസെൻ്റ് ലാമ്പിൻ്റെ ഹോട്ട് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഹോട്ട് റെസിസ്റ്റൻസ് ആണ് നമ്മൾ സാധാരണ പവർ കൺസംഷനൊക്കെ വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഹോട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ വർക്കിംഗ് ടെമ്പറേച്ചറിൽ വരുന്ന റെസിസ്റ്റൻസിനെയാണ് ഹോട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹോട്ട് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, അതിൻ്റെ വോൾട്ടേജ്, റേറ്റഡ് വോൾട്ടേജ് തന്നിട്ടുണ്ട്, എത്ര വോൾട്ടിലാണ് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് തന്നിട്ടുണ്ട്, അതേപോലെ എത്ര മണിക്കൂറാണ് വർക്ക് ചെയ്തിരിക്കുന്നതെന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ നമുക്ക് തന്നിട്ടുള്ളത് ഹോട്ട് റെസിസ്റ്റൻസ് 920 ohm ആണ്, വോൾട്ടേജ് 230 വോൾട്ട് ആണ്. അപ്പോൾ ഈ രണ്ട് ഡാറ്റ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് P = V²/R. ഈ ഇക്വേഷനാണ് ഇപ്പോൾ ഏറ്റവും നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ളത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ച് കറണ്ട് കണ്ടുപിടിച്ച് V × I ചെയ്തിട്ടും ചെയ്യാം. അപ്പോൾ V²/R ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ വാട്ട്സ്, ആ ബൾബിൻ്റെ വാട്ട്സ് കിട്ടുന്നത് 57.5 വാട്ട്സ് ആണ് ആ ലാമ്പിൻ്റെ വാട്ട്സ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന പവർ ഇൻറ്റു ടോട്ടൽ ടൈം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ എനർജി കൺസംഷൻ കിട്ടും. എനർജി കൺസ്യൂംഡ് = ടോട്ടൽ പവർ ഇൻറ്റു ടൈം. ടോട്ടൽ പവർ എന്ന് പറയുന്നത് 57.5 വാട്ട്സ് ആണ്, ടൈം എന്ന് പറയുന്നത് 10 hours ആണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ 575 Wh എന്ന് കിട്ടും. നമുക്ക് കൊമേഴ്ഷ്യലി ഇലക്ട്രിസിറ്റിയുടെ യൂണിറ്റ് നമ്മൾ പറയാറുള്ളത് ഇൻ ടേംസ് ഓഫ് kWh. അപ്പോൾ ഇതിന് kWh മാറ്റാൻ വേണ്ടി ഡിവൈഡഡ് ബൈ 1000 ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 0.575 kWh അല്ലെങ്കിൽ kWh ആണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് 0.575 kWh. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ദ മാക്സിമം ഫോർവേഡ് കറണ്ട് ഇൻ കേസ് ഓഫ് എ സിഗ്നൽ ഡയോഡ് ഈസ് ഇൻ ദ റേഞ്ച് ഓഫ്. ഒരു സിഗ്നൽ ഡയോഡിൻ്റെ മാക്സിമം ഫോർവേഡ് കറണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ തന്നെയാണ്, ഒരു ഫ്യൂ മില്ലി ആംപിയർ റേഞ്ചിൽ മാത്രമാണ് അത് വരാറുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡ്യൂറിങ് ചാർജിങ് ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ് ഓഫ് എ ലെഡ് ആസിഡ് ബാറ്ററി. ഓക്കെ, അപ്പോൾ ലെഡ് ആസിഡ് ബാറ്ററിയുടെ ഇലക്ട്രോലൈറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ചാർജിങ് കണ്ടീഷനിൽ എന്താണ് സംഭവിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ തന്നിരിക്കുന്നത് ഇൻക്രീസ് ചെയ്യും, ഡിക്രീസ് ചെയ്യും, അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് മാറ്റമൊന്നുമില്ലാണ്ട് റിമെയിൻ സെയിം ആയിട്ട് തന്നെ നിൽക്കും, അതേപോലെ 0 ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ ലെഡ് ആസിഡ് സെല്ലിനെ പറ്റിയിട്ട്. ഇതിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ എപ്പോഴും വരാറുണ്ട്. അപ്പോൾ ലെഡ് ആസിഡ് സെല്ലിൻ്റെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡയലൂട്ടഡ് H2SO4 ആണ്. ആ ഡയലൂട്ടഡ് H2SO4ൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഫുൾ ചാർജ്ഡ് കണ്ടീഷനിൽ 1.280 ആണ്.
അത് നമ്മൾ ഡിസ്ചാർജ്ഡ് കണ്ടീഷനിലേക്ക് എത്തുമ്പോൾ അത് 1.18 ആയിട്ട് മാറും. നമ്മൾ വീണ്ടും അതൊരു സെക്കൻഡറി സെല്ലായത് കാരണം തന്നെ നമുക്കതിനെ വീണ്ടും റീചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെ വീണ്ടും ചാർജ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 1.18ൽ നിന്ന് വീണ്ടും 1.280ലേക്ക് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആൻസർ എന്ന് പറയുന്നത് ഇൻക്രീസ് ആണ്. ആൻസർ എ, ഇൻക്രീസ്. ഇനി ഇതിൻ്റെ കൂട്ടത്തിന് ഒരു കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക. ഈ സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേര് ഹൈഡ്രോമീറ്റർ എന്നാണ്. ഹൈഡ്രോമീറ്റർ. അതേപോലെ ഇപ്പോൾ രണ്ട് സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ വാല്യൂസ് നിങ്ങൾ ഓർത്ത് വയ്ക്കണം. ഫുൾ ചാർജ്ഡ് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ അത് 1.280 ആണ്. ഡിസ്ചാർജ്ഡ് കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ അത് 1.18 ആണ്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പവർ കാൽക്കുലേഷൻ്റെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് എന്നുള്ളത്. ഇത് ലെക്ചർ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. എ 25 watts 110 volt lamp is to be operated from 230 volt supply. The value of resistance required to connect it in series is. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണത്. നമ്മളിത് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ അടുത്ത് ഒരു 25 വാട്ട്സിൻ്റെ ഒരു ലാമ്പ് ഉണ്ട്. അതിൻ്റെ റേറ്റഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് 110 വോൾട്ട് ആണ്. ആ ലാമ്പിനെ നിങ്ങൾക്ക് 230 വോൾട്ട് സപ്ലൈയിൽ വർക്ക് ചെയ്യിപ്പിക്കണം അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് എത്ര ഓം റെസിസ്റ്റൻസ് നമ്മൾ ലാമ്പിന് സീരീസ് ആയി കണക്ട് ചെയ്യണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ ലാമ്പിൻ്റെ റേറ്റഡ് കറണ്ട് ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ബൾബിൻ്റെ കറണ്ട് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുക. ഇപ്പോൾ 25 വാട്ട്സ് ആണ് തന്നിട്ടുണ്ട്. ആ വാട്ട്സ് ഡിവൈഡഡ് ബൈ, അതായത് പവർ ഡിവൈഡഡ് ബൈ വോൾട്ടേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ കറണ്ട് കിട്ടും. 25 ഡിവൈഡഡ് ബൈ 110 ചെയ്യുമ്പോൾ നമുക്ക് കറണ്ട് 0.227 ആംപിയർ എന്ന് കിട്ടും. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആണ്. അതായത് ഈ 110 വോൾട്ടിൻ്റെ ബൾബിനെ നമ്മൾ 220 വോൾട്ടിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ട് വരുന്ന വോൾട്ടേജിനെ അവിടെ ഡ്രോപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്രയാണെന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് റെസിസ്റ്റർ നീഡ് ടു ഡ്രോപ്പ് 120 വോൾട്ട്. ഈ 120 വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 230 മൈനസ് 110, അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 120 വോൾട്ട്. അവിടുത്തെ ബൾബിൻ്റെ റേറ്റഡ് കറണ്ട് എന്ന് പറയുന്നത് 2.227 ആംപിയർ ആണ്. അപ്പോൾ ഈ 0.227 ആംപിയറിൽ 120 വോൾട്ടിന് നമുക്ക് ഡ്രോപ്പ് ചെയ്യാൻ എത്ര ഓം റെസിസ്റ്റർ ആണ് ആവശ്യം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ R = V/I. ഇവിടുത്തെ V ആയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് 110 അല്ലെങ്കിൽ 220 230 അല്ല. ആ 230 മൈനസ് 110 വരുന്ന 120 വോൾട്ടാണ് ഇവിടെ V ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. I എന്ന് പറയുന്നത് ബൾബിൻ്റെ റേറ്റഡ് കറണ്ട്. അപ്പോൾ 120 ഡിവൈഡഡ് ബൈ 0.227 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 528.63 ഓം ആണ്. അപ്പോൾ 528 ഓംസ് നമ്മൾ റൗണ്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ 528 ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 8th ക്വസ്റ്റ്യൻ വീണ്ടും പവർ കാൽക്കുലേഷൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. എ 100 watt ബൾബ്, എ 40 watt fluorescent lamp and a 60 watt fan in a room operates for an average duration of 5 hours in a day. What will be the total energy consumed during the month of April? അപ്പോൾ നമ്മളിത് ചോദിച്ചിരിക്കുന്നത് ഒരു റൂമിനകത്ത് ഒരു 100 വാട്ടിൻ്റെ ബൾബ് ഉണ്ട്, 40 വാട്ടിൻ്റെ ഫ്ലൂറസെൻ്റ് ലാമ്പ് ഉണ്ട്, 60 വാട്ടിൻ്റെ ഒരു ഫാൻ ഉണ്ട്. ഇത് മൂന്നും ഒരു ഡെയിലി ഒരു 5 മണിക്കൂർ ആവറേജിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏപ്രിൽ മന്തിലെ അവിടുത്തെ പവർ കൺസംഷൻ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പവർ അല്ല, ടോട്ടൽ എനർജി കൺസംഷൻ ഏപ്രിൽ മന്തിൽ എത്രയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ആ ഒരു റൂമിനകത്തുള്ള ടോട്ടൽ പവർ കൺസംഷൻ കണ്ടുപിടിക്കുക. ടോട്ടൽ പവർ കൺസംഷൻ കണ്ടുപിടിക്കാൻ അവിടെ എന്തൊക്കെ എക്യുപ്മെൻറ്റ്സിൻ്റെ പവറാണോ തന്നിരിക്കുന്നത് അതെല്ലാം ആഡ് ചെയ്യുക. അപ്പോൾ അവിടെ തന്നിട്ടുള്ളത് 100 വാട്ട്സിൻ്റെ ഒരു ബൾബ് പ്ലസ് 40 വാട്ട്സിൻ്റെ ഒരു ഫ്ലൂറസെൻ്റ് ലാമ്പ് പ്ലസ് 60 വാട്ട്സിൻ്റെ ഒരു ഫാൻ. അപ്പോൾ ആ റൂമിനകത്തുള്ള ടോട്ടൽ പവർ എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ടോട്ടൽ പവർ കൺസംഷൻ എന്ന് പറയുന്നത് 200 വാട്ട്സ് ആണ്. ഇനി നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ഒരു ഡേയിൽ ആവറേജ് 5 hours ആണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡേയിലെ എനർജി കൺസംഷൻ കണ്ടുപിടിക്കാൻ ഈ പവർ ഇൻറ്റു ആ ഒരു ഡേയിലുള്ള ടൈം ചെയ്യുക. 200 വാട്ട്സ് ഇൻറ്റു 5 hours. അത് ഒരു ഡേയിൽ 5 hour വർക്ക് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ 5 എടുക്കുന്നത്. അതല്ല കംപ്ലീറ്റ്ലി വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 24 എടുക്കണം നിങ്ങൾ. അപ്പോൾ ഇവിടെ 200 വാട്ട്സ് ഇൻറ്റു 5 അത് ചെയ്യുമ്പോൾ നമുക്ക് 1000 വാട്ട് അവേഴ്സ് എന്ന് കിട്ടും. 1000 ഡിവൈഡഡ് ബൈ 1000, അതായത് 1000 വാട്ട് അവർ ഡിവൈഡഡ് ബൈ 1000 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 1 കിലോ വാട്ട് അവർ, അല്ലെങ്കിൽ 1000 വാട്ട് അവർ എന്ന് പറയുന്നത് 1 കിലോ വാട്ട് അവർ ആണ്. അപ്പോൾ
ഒരു ദിവസം അവിടുത്തെ കൺസംഷൻ എന്ന് പറയുന്നത് 1 കിലോ വാട്ട് അവർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏപ്രിൽ മന്തിലെ ടോട്ടൽ കൺസംഷൻ, ഏപ്രിലിൽ 30 ഡേയ്സ് ആണുള്ളത്. അപ്പോൾ 1 കിലോ വാട്ട് അവർ ഇൻറ്റു 30 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 30 കിലോ വാട്ട് അവർ എന്ന് കിട്ടും. അതല്ലെങ്കിൽ 1000 വാട്ട് അവർ ഇൻറ്റു 30 ചെയ്ത് കഴിഞ്ഞാൽ 30,000 വാട്ട് അവർ എന്ന് കിട്ടും. ആ 30,000 വാട്ട് അവർ ഡിവൈഡഡ് ബൈ 1000 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 30 കിലോ വാട്ട് അവർ എന്ന് കിട്ടും. അപ്പോൾ ആൻസർ വരുന്നത് 30 കിലോ വാട്ട് അവർ. ഇനി 9th question, an alternating current is represented by I equal to 141 sin 314 t. What is the RMS value of this current? അപ്പോൾ നമുക്ക് ഒരു കറണ്ടിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആ കറണ്ടിൻ്റെ ഇക്വേഷൻ തന്നതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കറണ്ടിൻ്റെ RMS വാല്യൂ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കുക നമുക്ക്. ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് I equal to 141 sin 314 t എന്നാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ഫ്രീക്വൻസി. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ I equal to 141 ആംപിയർ ആണ്. ഈ കാണുന്നതാണ് നമ്മുടെ മാക്സിമം വാല്യൂ ഓഫ് കറണ്ടിൻ്റെ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്. അതേപോലെ ഈ കാണുന്നത് 314 t എന്ന് പറഞ്ഞിരിക്കുന്നത് 2πfൻ്റെ ഇൻഡിക്കേഷനാണ്, അതായത് ഒമേഗ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീക്വൻസീനെ കണ്ടുപിടിക്കാൻ പറ്റും. F equal to 314 ഡിവൈഡഡ് ബൈ 2π ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 50 Hz ആണ് ഇതിൻ്റെ ഫ്രീക്വൻസി എന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ IRMS കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് IM ഡിവൈഡഡ് ബൈ √2. IMൻ്റെ വാല്യൂ 141 ആണ്, അതേ ഡിവൈഡഡ് ബൈ √2ൻ്റെ വാല്യൂ 1.41. അത് ചെയ്യുമ്പോൾ നമുക്ക് 100 ആംപിയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 100 ആംപിയർ. ഇതേ ക്വസ്റ്റ്യൻ തന്നെ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഐക്ക് പകരം വി ചോദിച്ചിട്ടുണ്ട്. അതായത് സെയിം ഇക്വേഷൻ തന്നെ അവിടെ I എന്നുള്ളതിന് പകരം വി ആണ് തന്നിരിക്കുന്നത്. V ഈക്വൽ ടു 141 സൈൻ 314 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ഡിറ്റർമൈൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് VRMS ആണ്. അപ്പോൾ VRMS കണ്ടുപിടിക്കാനും സെയിം ഇക്വേഷൻ തന്നെയാണ്. VRMS ഈക്വൽ ടു VM ഡിവൈഡഡ് ബൈ √2. അപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്നത് 100 വോൾട്ട് ആയിരിക്കും. ഇനി 10th ക്വസ്റ്റ്യൻ, 1 കിലോ വാട്ട് അവർ ഈക്വൽ ടു, അതായത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 1 കിലോ വാട്ട് അവർ എത്ര കിലോ കലോറി ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു കാൽക്കുലേഷൻ ഇതാണ്. 1 കിലോ വാട്ട് അവർ ഈസ് ഈക്വൽ ടു 3.6 മെഗാ ജൂൾ ആണ്. ഓക്കെ, 1 മെഗാ ജൂൾ ഈസ് ഈക്വൽ ടു 2,39,174 കാലറീസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, 1 മെഗാ ജൂൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്, അതേ ഇൻറ്റു 3.6 ചെയ്താൽ മതി. 3.6 മെഗാ ജൂൾ എന്ന് പറയുന്നത് 8,60,420.65 കാലറീസ് ആണ്. അപ്പോൾ നമുക്ക് 1 കിലോ വാട്ട് അവറിനെയാണ് കിലോ കാലറി ടേംസിൽ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന കാലറീസിനെ ഡിവൈഡഡ് ബൈ 1000 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 860 കിലോ കാലറീസ് എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 860 കിലോ കാലറീസ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസും അതേപോലെ ഇതിൻ്റെ ആൻസർ കീയും നിങ്ങൾക്ക് എൻ്റെ ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ചധികം ക്വസ്റ്റ്യൻസ്, അതേപോലെ ഇതിന് മുമ്പ് നടത്തിയിട്ടുള്ള പോളിടെക്നിക് ലെക്ചറിലേക്കും അതേപോലെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ എഞ്ചിനീയറിംഗ് കോളേജസിലേക്ക് നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ബേസിക് ഇലക്ട്രിക്കലിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പവർ ഇലക്ട്രോണിക്സിൻ്റെ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാം.